പ്രസിദ്ധമായ ഇരുന്നലങ്കോട് മഹാദേവ ക്ഷേത്രത്തിലെ സ്കന്ദഷഷ്ഠി മഹോത്സവം ഒക്ടോബർ 27-ാം തീയതി ആഘോഷിക്കുന്നു. ഇരുന്നലങ്കോട് മഹാദേവ ക്ഷേത്ര മഹോത്സവം ഒക്ടോബർ 27-ാം തീയതി തിങ്കളാഴ്ച. സ്കന്ദഷഷ്ഠി മഹോത്സവത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന്റെ സമ്മാനദാന ചടങ്ങ് നടന്നു. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ഉദ്ഘാടനം നിർവഹിച്ചു. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന്റെ സമ്മാനദാന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. യാതൊരു ബഹളവും ഇല്ലാതെ നമ്മളുടെ കേരളോത്സവം ഏറ്റവും നല്ല രീതിയിൽ നല്ല പങ്കാളിത്തത്തോടെ നല്ല സമാപനമായിട്ട് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പറയത്തക്ക വിധത്തിലൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇനി വരും സമയങ്ങളിൽ, കാരണം ഇപ്പോൾ ബ്ലോക്ക് തലത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അവിടെ നമ്മളുടെ പഞ്ചായത്തിൻ്റെ പങ്കാളിത്തം ഉണ്ട്. അതിലും നിങ്ങൾക്ക് പ്രൈസൊക്കെ നേടിയെടുക്കാനുള്ള കഴിവും പ്രാപ്തിയും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് ഇതിനെ വിജയത്തിലേക്ക് എത്തിച്ചത് ഭരണസമിതിക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഇതിൻ്റെ പടയത്തുമായി പ്രവർത്തിച്ച ശ്രീ രാഹുലും അതുപോലെ റസാഖും ഉൾപ്പെടെയുള്ള ഇവിടുത്തെ യുവാക്കളും അതിന് സഹായകരമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള യുവ നേതൃത്വങ്ങളുമാണ്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A.K. ഉണ്ണികൃഷ്ണൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ, വാർഡ് മെമ്പർമാരായ ശ്രീജ, പ്രകാശൻ, സെക്രട്ടറി ഷെരീഫ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരളോത്സവം നടത്തിയിരുന്നെങ്കിലും അതിലുപരി കൂടുതൽ ആഘോഷമായി നടത്താൻ കഴിഞ്ഞിട്ടുള്ളൊരു കാലമാണ് ഈ വർഷത്തെ കേരളോത്സവം. കാരണം സ്വാഭാവികമായി കേരളോത്സവം നടക്കുന്നത് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിനകത്ത് അറിയാറില്ല. ഇത്തവണ അങ്ങനെയല്ല. നമ്മുടെ സ്റ്റേജ് കലാപരിപാടികളെല്ലാം പഞ്ചായത്തിൻ്റെ മുന്നിലെ സ്റ്റേജിൽ തന്നെ അത് അവതരിപ്പിച്ചപ്പോൾ തിരുവാതിരക്കളി അടക്കമുള്ള കളികളെല്ലാം ഇവിടെ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കൂടി ഇത്തവണ നമ്മുടെ ക്ലബ്ബുകാർക്ക് ലഭിക്കുകയുണ്ടായി. CCV ന്യൂസ് പാഞ്ഞാൾ.